ഇൻറ്റ്യൂഷനുകളെ ഫോളോ ചെയ്യാം. മനസ്സിൻ്റെ ഉൾപ്രേരണകൾക്ക് മനുഷ്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്കിനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. സ്പിരിച്വാലിറ്റിയിൽ പരിശുദ്ധാത്മ പ്രേരണകൾ, ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ, ആന്തരിക മനസ്സിൻ്റെ ഉൾപ്രേരണകൾ, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഈ ഇൻറ്റ്യൂഷനുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു പ്രചോദനങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു ദൈവം പറയുന്ന കാര്യമാണോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകണം. ഇപ്പോൾ ചില സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ടെസ്റ്റ് മണികൾ, ശാലം ടി വിയിൽ പറയുന്ന ടെസ്റ്റ് മണികൾ കേട്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് പോവുക എന്ന ഒരു മെസ്സേജ് കിട്ടുന്നു. അപ്പോൾ അത് മനസ്സിൻ്റെ ഒരു തോന്നൽ തന്നെയാണ്. ഇത് മീഡിയം ഉണ്ടാവും. അതായത് മീഡിയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു മെസ്സേജ് മനുഷ്യനിലേക്ക് വരുന്നതിന് ദൈവം ഒരു മീഡിയം യൂസ് ചെയ്യും. അതൊന്നെങ്കിൽ ഒരു മനുഷ്യനാകും, ഇല്ലെങ്കിൽ ഒരു സ്വപ്നമാകും, ഇല്ലെങ്കിൽ അവൻ്റെ തന്നെ ഉൾപ്രേരണകളാകും, മനസ്സിൻ്റെ ബോധ്യങ്ങളായിരിക്കും. അപ്പോൾ മനസ്സിൻ്റെ ബോധ്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഈ ഉൾപ്രേരണകളെ നമ്മുടെ തന്നെ ഒരു മെൻ്റൽ കാൽക്കുലേഷനാണ്, ഒരു ഇൻറ്റ്യൂഷനാണ്. ഇത് ദൈവത്തിൽ നിന്നുമാണ്, ദൈവം പറഞ്ഞതാണ്, ഞാനത് ചെയ്യാൻ പോവാണ്. സോ ലോജിക്കലി യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതിരുന്നിട്ട് കൂടി നമ്മൾ ഈ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യും. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രേരണകളാണ്. ഇനി ദൈവത്തിൽ നിന്നുള്ള പ്രേരണകളല്ലാതെയും ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യാം. അതായത് പിശാചിനും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തരാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും മനുഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് പരിശുദ്ധാത്മാവാണോ പിശാചാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സമാധാനത്തിൻ്റെ രാജാവാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ സ്ലോ ആയിരിക്കും. അതായത് ദൈവം ഒരു കാര്യം തിരക്കിട്ട് ചെയ്യാൻ പറയണമെന്ന് നിർബന്ധമില്ല. റയർ കേസുകളിൽ തിരക്കിട്ട് ചെയ്യാൻ പറയും, ഇപ്പം തന്നെ എന്നൊക്കെ പറയുന്ന പ്രചോദനങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിലും ആന്തരിക മനസ്സിൽ അടിസ്ഥാനപരമായ ഒരു സമാധാനത്തിൻ്റെ നിലനിൽപ്പുണ്ടാവും. അടിസ്ഥാനം സമാധാനമായിരിക്കും. ഞാനിപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഉൾപ്രേരണയെ ഫോളോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആന്തരിക മനസ്സിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കും. എനിക്ക് പ്രചോദനം കിട്ടുന്നുണ്ട്, എനിക്ക് യെസ് അത് ഞാൻ ചെയ്യണം, അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കാമായിരിക്കും. എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല, എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. എനിക്ക് അതിനൊരു ചുറ്റിപ്പറ്റൊരു സമാധാനം നിലകൊള്ളും. അത് നിങ്ങളുടെ മനസ്സിൻ്റെ കാൽക്കുലേഷൻ തന്നെ, അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അതേസമയം തിന്മയുടെ പ്രവർത്തികളാണെങ്കിൽ അത് എപ്പോഴും ഇത് ഓക്കെ ആവണമെന്നില്ല കേട്ടോ. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സമയത്തും തിന്മയുടെ പ്രചോദനങ്ങൾ എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡാണ്. അതിന് ഭയങ്കര തിടുക്കുണ്ടായിരിക്കും, പെട്ടെന്നായിരിക്കും. അതായത് ശാന്തത ദൈവത്തിൻ്റെ സമ്മാനമാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാ സംഗതികൾക്ക് ഒപ്പവും ശാന്തത ഉണ്ടായിരിക്കും. പക്ഷെ പിശാചിന് സമാധാനമില്ലാത്തവനാണ്. അവന് ഇരിക്കൊരുങ്ങില്ല എന്ന് പറയൂല, ഇരിക്കാൻ പറ്റില്ല അവൻ എവിടെയും. അവൻ തിരക്ക് കൂട്ടുകയും ബഹളം വയ്ക്കുകയും ലൗഡായിരിക്കും കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രചോദനം പിശാചിൽ നിന്നുമല്ല എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. അപ്പോൾ പിശാചിൽ നിന്നാണെങ്കിൽ അതിനൊരു ലക്ഷണമായിട്ട് വരുന്നത് ഒരു തിടുക്കമാണ്, ഒരു ശാന്തതയില്ലായ്മയാണ്, ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുകളെ ഷാർപ്പൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഇൻറ്റ്യൂഷൻ ഉണ്ടാകുക എന്ന് പറയുന്നതിന് അതിനെ നമ്മൾ വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം തുടക്കകാലങ്ങളിൽ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുമായിട്ട് കണക്റ്റായിട്ടാണെങ്കിലും അത് ചിലപ്പം പാളിപ്പോവും. അതായത് അത് തെറ്റായി പോവും, നമ്മൾ തെറ്റായ ഇൻറ്റ്യൂഷനുകളിലേക്ക് പോകും. ബട്ട് പതുക്കെ ദൈവം തന്നെ അതിനെ ഫോർമേഷൻ ചെയ്യും. നിങ്ങൾക്കൊരു ട്രെയിനിങ് തരും. ഇൻറ്റ്യൂഷൻ ഇങ്ങനെ ചിന്തിച്ചാലാണ് ഈ ഇൻറ്റ്യൂഷൻ ശരിയാവും, ഇങ്ങനെ ചിന്തിച്ചാലാണ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് പിശാച് മാനസിക ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒളിയമ്പുകൾ, അതായത് ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിപ്പോൾ വിഷാദരോഗം ഇതൊക്കെ പണ്ടും ഇതിൻ്റെയൊക്കെ ഒരു ഉണ്ടായിരുന്നു. നോളജ് വർദ്ധിക്കുന്നത് മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഈ മേഖലകളിലുള്ള പൈശാചിക ശക്തിയുടെ ആക്രമണം വളരെ കൂടുതലാണ്. ഈ മനസ്സിൻ്റെ എല്ലാ പവറും വർക്ക് ചെയ്യണമെങ്കിൽ, ഇൻറ്റ്യൂഷൻ ഉൾപ്പെടെ വർക്ക് ചെയ്യണമെങ്കിൽ മെൻ്റൽ ഫ്രീഡം വേണം. അതായത് മനസ്സിന് ഒരു സ്വാതന്ത്ര്യം വേണം. മനസ്സിനെ പ്രസ് ചെയ്താൽ, മനസ്സിനെ പ്രഷർ കൊടുത്താൽ ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ന്യൂ ജനറേഷൻ കുട്ടികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ഈ പ്രഷറിനെ ഇഷ്ടമില്ലാത്തവരാണ്, അവർ കംഫർട്ട് സോണുകളിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഡിസ്ട്രാക്ഷനുകൾ കൂടും. അതായത് നമുക്ക് പ്രഷർ വരുമ്പോഴാണ് നമ്മൾ ഫോക്കസ്ഡ് ആവുക. പ്രഷർ ഈസ് ഗുഡ്. പ്രഷറിനെ നമുക്ക് എപ്പോഴും മോശം കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അപ്പനും അമ്മയൊക്കെ പഠിച്ചില്ലെങ്കിൽ അടിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ പലതും പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രഷർ ഒരു ലിമിറ്റ് വരെ നല്ലതാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കുന്നത് പ്രഷറേ മോശമാണെന്നാണ്. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണമെന്നാണ്. ആ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് നഷ്ടപ്പെടും. അപ്പം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മൈൻഡിന് എന്താ പറയുക, ചില മൂല്യങ്ങളിലേക്ക് എത്താൻ പറ്റത്തില്ല. ക്വാളിറ്റി ഓഫ് തിങ്സ് ഉണ്ടല്ലോ, ക്വാളിറ്റിയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. അപ്പം ഈ ഇൻറ്റ്യൂഷനുകളൊക്കെ എന്ന് പറയുന്നത് കുറച്ച് സൂക്ഷ്മമായി വീക്ഷിക്കേണ്ട കാര്യമാണ്. ഈ ഉൾപ്രേരണകൾ എന്ന് പറയുന്നതും സൂക്ഷ്മമായി വീക്ഷിക്കേണ്ട കാര്യമാണ്. ഇത് മനസ്സിനെ സ്വതന്ത്രമായി വിടുന്ന ഒരാൾക്ക് ഇൻറ്റ്യൂഷനുകളിലേക്ക് എത്തുകയും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്
ഒരു ന്യൂ മെത്തേഡാണ്. അത് ഇപ്പോഴത്തെ ആളുകളുടെ ബ്രെയിൻ അതിന് ഓക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ വരുന്നു, അവർക്ക് പ്രഷർ ഇല്ലാതെ മനസ്സിൻ്റെ ഇൻറ്റ്യൂഷനുകളിലെ കുറിച്ച് മനസ്സിന് തോന്നുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. കാരണം അവരുടെ ബ്രെയിനിൻ്റെ ഡിഫറൻസസ് ഇപ്പം അങ്ങനെയാണ്. ബട്ട് നമ്മുടെയൊക്കെ സമയത്ത്, എൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ കണ്ടീഷനിങ് ഒത്തിരി ആയിട്ടുള്ളൊരു ബ്രെയിനാണ് നമ്മുടെയൊക്കെ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ബ്രെയിനാണ് നമുക്ക്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും പ്രഷറിൽ നിൽക്കുന്ന നമ്മൾ ഈ ഇൻറ്റ്യൂഷനുകളെ മനസ്സിലാക്കുക, അതിൽ കൃത്യത കൊണ്ടുവരിക, അതിനെ കൃത്യമായിട്ട് തെറ്റല്ലാതെ ജഡ്ജ് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതിനൊരു ഫോർമേഷൻ്റെ ആവശ്യമുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് ഫ്രീ ആയിട്ട് നമ്മുടെ ആത്മാവിൽ ചെയ്തു തരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുന്നു എനിക്ക് അറിയില്ല. ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കണം. ദൈവം എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലാണ്. പുതിയ കുട്ടികൾക്ക് അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് തെറ്റുപറ്റുന്നു. കാരണം അവരുടെ വാല്യൂസ് കുറവാണ്. അവർ സ്വന്തം കംഫർട്ടും സ്വന്തം ഹാപ്പിനെസ്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായതുകൊണ്ട് അവർക്ക് വാല്യൂസ് കുറവാണ്. എങ്കിലും അവർ അവരുടെ മനസ്സിനെ കേൾക്കുന്നു. ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ അത് ശരിയാവില്ല. പക്ഷെ ഒരു അതിന് മുമ്പുള്ള ഒരു ജനറേഷൻ വരെ ഉള്ള അവരുടെ ബ്രെയിനിൻ്റെ രീതി എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ കേൾക്കാൻ പേടിയുള്ളവരാണ് നമ്മുടെ ജനറേഷൻ. കാരണം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ അനുസരിക്കുക, എല്ലാവരും പോകുന്ന വഴിക്ക് പോകുക, എല്ലാവരും നേഴ്സിംഗിന് പോയി നമ്മൾ നേഴ്സിങ്ങിന് പോവുക. ഇപ്പോഴത്തെ കുട്ടികൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, യൂട്യൂബർ ആവുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു സമയം വരെ, കുറച്ച് തലമുറ മുമ്പ് വരെയുള്ള ആളുകൾ ഈ മെൻ്റൽ കണ്ടീഷനിങ്ങിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, അതായത് അത് പാടില്ല, ഇത് പാടില്ല, കുറച്ച് സ്വതന്ത്രമായിട്ട് നമ്മുടെ മൈൻഡിനെ വിട്ടിട്ട് നമ്മുടെ ഉൾപ്രേരണകളെ കേൾക്കണം. നിങ്ങളെ തന്നെ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന പ്രേരണകൾ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറയുന്നുണ്ട് അത് ചെയ്യണ്ട, ഇതിലേക്ക് പോവണ്ട, ഇത് ദൈവത്തിന് ഇഷ്ടാവില്ല, ഇതല്ല നിൻ്റെ വഴി, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജനറേഷൻ വരെ ഈ ഉൾപ്രേരണകളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല. കാരണം നമ്മുടെ മനസ്സിന് തോന്നുന്നത് ചെയ്യാനുള്ള അറിവോ ഫ്രീഡമോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇരുന്ന് നമ്മുടെ സ്വരം കേൾക്കണം. ഒരു 40 വയസ്സായി, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ബ്രേക്ക് എടുക്കണം. യു വിൽ ഹാവ് ടു ലിസൺ യുവർ ഓൺ വോയിസ് എന്ന് പറയും, അല്ലെങ്കിൽ മൈൻഡ് വോയിസ്. നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കണം. ദൈവം ഇരിക്കുന്നത് മനസ്സിൽ തന്നെയാണ്. ദൈവം കുടികൊള്ളുന്ന ദേവാലയം മനുഷ്യ ശരീരമാണ്, മനുഷ്യൻ്റെ മനസ്സാണ് ആൾത്താര. അപ്പം നമ്മുടെ ഇൻറ്റ്യൂഷനുകളെ, ഉൾപ്രേരണകളെ കേട്ടിട്ടാണ് നിങ്ങൾ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക. അത്രയും പ്രാധാന്യമുണ്ട് ഈ ഇൻറ്റ്യൂഷനുകൾക്ക്. അതായത് ദൈവത്തോടൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയണം, നിങ്ങളെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഭൂമിയിൽ പൂർത്തിയാക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വരം കേൾക്കാൻ പറ്റണം, നിങ്ങളുടെ ഉൾപ്രേരണകളെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം, ഒന്നാമത്തെ കാര്യം. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കണം. അതൊരു ട്രെയിനിങ് ആണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. എന്നിട്ട് മനസ്സിൻ്റെ ഇൻറ്റ്യൂഷനുകളെ നിങ്ങൾ മനസ്സിലാക്കി ആ ഇൻറ്റ്യൂഷനുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പതുക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പതുക്കെയൊക്കെ ആദ്യത്തെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ പാളും, തെറ്റും. ഇറ്റ്സ് ഓക്കെ. ദൈവത്തിനത് മനസ്സിലാവും. പതുക്കെ നമ്മളെ ദൈവം ആത്മാവിൽ ഒരു പരിശീലനം തരും. അപ്പോൾ ഇത്രയും വർഷത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉൾപ്പെടെ എനിക്ക് കിട്ടുന്ന ഉൾപ്രേരണകളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കത് മനസ്സിലാക്കിയെടുക്കാനും ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാനും ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ട്രെയിനിങ് കിട്ടി. എനിക്ക് മനസ്സിലായി ഇത് മൈൻഡ് തന്നെ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് എന്നൊക്കെ മനസ്സിലായി. എന്നും വിചാരിച്ച് 8 വർഷം ഇൻറ്റ്യൂഷനുകളെ ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാവണമെന്നൊന്നുമില്ല. ചില സമയത്ത് എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നതായിരിക്കണമെന്നില്ല ഞാൻ ആക്ഷനിലും പ്രവർത്തിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഈ പുറത്തു നിന്നുള്ള പ്രഷറിനെ ഒന്നും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അത് ചെയ്യേണ്ടെന്ന്, പക്ഷേ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയി, പെട്ടെന്ന് ഞാൻ ചെയ്തു പോയി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേട്ടോ. എന്നാലും എപ്പോഴും എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാറില്ല. മിക്കപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഇൻറ്റ്യൂഷൻ തന്നെ. പിന്നെ സോഷ്യൽ പ്രഷർ വരും, സൊസൈറ്റിയുടെ പ്രഷർ വരും, ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ പ്രഷർ വരും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പോഴൊക്കെ അതൊക്കെ മാറ്റി നിർത്തിയില്ല, എൻ്റെ മനസ്സെന്താ പറയുന്നത്. ഇപ്പം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് എന്നെക്കുറിച്ചൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ കുറേ നേരം ഡിസ്റ്റർബ്ഡായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പം ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യമൊന്നുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല കർത്താവ് പറയുന്നത്. നീ പറയുക, നീ പ്രസംഗിക്കുക, നിനക്ക് ജ്ഞാനം നേടുക, എന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കണം ഇതൊക്കെ അൺനെസസറി ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് വരുന്ന അസ്വസ്ഥതകളാണ്. ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കരുത്, അതിനൊക്കെ വിട്ടുകളയാൻ ഞാൻ പഠിക്കണം. എന്നിട്ട് എൻ്റെ ദൈവം എന്താ എന്നോട് പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ വീണ്ടും ഇതിലോട്ട് ഫോക്കസ്ഡായി, കർത്താവ് എന്താ പറയുന്നതിലേക്ക് ഫോക്കസ്ഡായി. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്. അത് പതുക്കെയാണ്, അതൊരു സെക്ഷനൊക്കെ വെച്ച് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കതിനൊന്നും ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന അധ്യാപകൻ്റെ കൈ പിടിച്ച് നടക്കാം, പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലിക്ക് എവിടെ പോകണം, അതൊക്കെ പറഞ്ഞു തരുന്നേ. ജോലി എവിടെ പോകണം, ഏത് കോഴ്സ് എടുക്കണം, ഇതൊക്കെ നിങ്ങളുടെ ഉൾപ്രേരണകളാണ്, ഇൻറ്റ്യൂഷൻസ് ആണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കണം.
അപ്പോൾ മനസ്സ് പറയുന്നത് തോന്നിവാസമാവാതിരിക്കാനാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അതായത് മനസ്സിന് എന്ത് തോന്നിവാസവും പറയാലോ. നമ്മുടെ മനസ്സ് ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ മനസ്സിന് തോന്നുന്നത് പറയാലോ. ഇപ്പോൾ മദ്യപിക്കാൻ തോന്നുന്നതും അവൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കുന്നവനാണ്. അങ്ങനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഡിവൈനിറ്റിയോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് മനസ്സ് പറയുന്നത് കേൾക്കുക. അപ്പം നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. വളരെ 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 പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകൾ, ഇൻഡ്യൂഷൻസ്. അതിനെ ഷാർപ്പൻ ചെയ്യുക. നിങ്ങൾക്ക് വലിയൊരു ഡിഫറെൻറ്റ് പാത്തിലേക്കും ഒരു സക്സസ്സിലേക്കും അല്ലെങ്കിൽ ഒരു 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 ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.